പാലക്കാട് DCC പ്രസിഡന്റിന് എതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ യോഗം ഇന്ന് കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നത്. സച്ചിൻ നമ്മളോടൊപ്പം ചേരുകയാണ് പാലക്കാട് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. സച്ചിൻ, ഗുഡ് മോർണിംഗ്. പാലക്കാട്ടെ കോൺഗ്രസിലെ പ്രതിസന്ധികൾ ഒരിക്കലും അവസാനിക്കില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ DCC പ്രസിഡന്റ് തങ്കപ്പനെതിരെ ഇങ്ങനൊരു യോഗം ചേരുന്നതിന്റെ കാരണം എന്താണ്? മനു, ഗുഡ് മോർണിംഗ്. നമ്മൾ മുൻപ് തന്നെ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ മുൻപ് നമ്മൾ വാർത്ത കൊടുത്തതാണ്. പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പനെതിരെയാണ് പാലക്കാട് കോട്ടായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ കൺവെൻഷൻ ചേരുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കോട്ടായിൽ കൺവെൻഷൻ ചേരുക എന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം ഗ്രൂപ്പ് നേതാക്കൾക്ക് മാത്രം പിന്തുണ നൽകുന്നു എന്നൊരു ഗുരുതരമായ ആരോപണമാണ് കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലെ നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ മാസം 14ഓളം പേർ, ജില്ലാ നേതാക്കളായിട്ടുള്ള 14ഓളം പേർ രാജിവെച്ചിരുന്നു. മഹിളാ കോൺഗ്രസ്, അതുപോലെ തന്നെ ദളിത് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ ജില്ലാ ഭാരവാഹികളാണ് രാജിവെച്ചിരുന്നത്. ഇവർ തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന ചില ഭാരവാഹികളും അന്ന് രാജിക്കത്ത് നൽകിയിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ വേണ്ടി കൃത്യമായ ഒരു ഇടപെടൽ KPCCയുടെ ഭാഗത്ത് നിന്നോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നോ ഉണ്ടായിട്ടില്ല എന്ന ഒരു ആരോപണമാണ് കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലെ നേതാക്കളൊക്കെ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രതിഷേധ യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് DCC പ്രസിഡന്റ് തങ്കപ്പനെ ഈ കോട്ടായി മണ്ഡലത്തിലെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സമീപിച്ചിരുന്നു. എന്നാൽ യാതൊരുവിധ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പാലക്കാട്ടെ DCC നേതൃത്വം തയ്യാറായില്ല. തുടർന്നാണ് അന്നത്തെ KPCC പ്രസിഡന്റായ KS സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾക്ക് കോൺഗ്രസ് കോട്ടായി മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയത്. എന്നാൽ കൃത്യമായ രീതിയിലുള്ള ഒരു പരാതി പരിഹരിക്കുന്ന നടപടികളിലേക്ക് കടന്നില്ല. അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഗ്രൂപ്പ് നേതാക്കൾക്ക് അവൻ മറ്റേ ഗ്രൂപ്പിൻ്റെ ആളാണ് എന്നൊരു മറുപടി മാത്രമാണ് നൽകിയത് എന്നാണ് നിലവിലുള്ള കോൺഗ്രസിൻ്റെ ആളുകൾ, കോട്ടായി മണ്ഡലം കോൺഗ്രസിൻ്റെ ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇവർ ആരോപണം ഉന്നയിച്ച പഞ്ചായത്ത് മെമ്പർമാർ അടക്കമുള്ള ആളുകൾ മറ്റൊരു ഗ്രൂപ്പിൽ പെട്ട നേതാക്കളായതുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റാത്തത് എന്നാണ് DCC നേതൃത്വം അടക്കം അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഇത് ഏത് ഗ്രൂപ്പാണെന്ന് നമുക്ക് അറിയത്തേയില്ല സച്ചിൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളുടെ പേരിലും ഗ്രൂപ്പ് ഉണ്ടല്ലോ കോൺഗ്രസിനുള്ളിൽ. ഏതായാലും നടക്കട്ടെ. രാഹുൽ മാങ്കൂട്ടമൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഈ പുള്ളിയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. തീർച്ചയായും അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ചില നേതാക്കളൊക്കെ ഇവരുമായി ചർച്ചയടക്കം നടത്തിയിരുന്നു. പക്ഷേ യാതൊരുവിധ പരിഹാര നടപടികളും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം DCC പ്രസിഡന്റ് ഉറച്ച നിലപാടാണ്. അതങ്ങനെ മുന്നോട്ട് പോകട്ടെ സച്ചിൻ. അതിങ്ങനെ കരക്കിരുന്ന് കാണാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കിങ്ങനെ ഇരുന്നിരുന്ന് നോക്കാം. ഏതായാലും ഈ പറയുന്നത് പോലെ ലോകത്തുള്ള എല്ലാ അക്ഷരങ്ങളുടെയും പേരിൽ ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് ആ ഗ്രൂപ്പിലുള്ളവർക്ക് പോലും അറിഞ്ഞുകൂടാ. അതാണ് അവസ്ഥ. ഇല്ലാതായെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ വന്നവരുടെ പേരിൽ പോലും ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ഞാൻ പറഞ്ഞത് വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെന്ന് എനിക്കറിയാം. എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്താണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അത്രമാത്രം ഗ്രൂപ്പുകളാണ്.